അപ്പോൾ ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കമൻറ്റ് വരാറുണ്ട്, ബ്രോ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഞാൻ പറയും നമുക്കൊരു 50K അല്ലെങ്കിൽ ഒരു 100K ഫോളോവേഴ്സൊക്കെ ആവട്ടെ എന്നിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, അതിന് താഴെ കുറച്ച് കമൻസ് കണ്ടു, അതിന് കുറച്ച് റിപ്ലൈസ് കണ്ടു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോസ്റ്റും ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ? അപ്പോൾ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്താലല്ലേ നിങ്ങൾക്ക് എൻ്റെ പേര് മനസ്സിലാവുള്ളൂ, എൻ്റെ പേര് മനസ്സിലായാലല്ലേ നിങ്ങൾക്ക് ലത് മനസ്സിലാവുള്ളൂ. മറ്റേത് ദ ഓപ്പിയം ഓഫ് മാസസ് റിലീജിയൻ, അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവൻ നമ്മുടെ ആളാണോ മറ്റവരുടെ ആളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഞാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യണോ അതോ എതിർക്കണോ എന്ന് തീരുമാനിക്കാൻ, അല്ലേ? അത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ആംഗിൾ നൽകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ, അല്ലേ? യെസ്, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മതത്തെ പറ്റിയാണ്. ഇതൊരു സിനിമ ബേസ്ഡ് ചാനലായതുകൊണ്ട് സിനിമയും മതവും എന്നതാണ് യഥാർത്ഥ ടോപ്പിക്. ഇനി ഞാൻ നേരത്തെ കണ്ട പോസ്റ്റ് എന്തായിരുന്നു എന്ന് പറയാം. അതൊരു റാൻഡം സിനിമയെ പറ്റിയുള്ള ഒരു സാധാരണ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരാൾ കമൻ്റ് ഇടുകയാണ്, എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല എന്ന്. അപ്പം തന്നെ വന്നു അതിനൊരു മറുപടി. ഈ കമൻറ്റ് ചെയ്ത ആളുടെ പേര് നോക്കി ആളുടെ മതം മനസ്സിലാക്കി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ്റെ മതമല്ല അത് എന്നത് ചേർത്ത് വെച്ചുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു തെറിവിളി അഭിഷേകമായിരുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്കൊരു ബിസിനസ്സും അതിൻ്റെ ഉപഭോക്താക്കളായ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധിയും മാത്രമാണ്. എന്നാൽ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളുടെ മതം നോക്കി അതിനെ എതിർക്കാനും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നത് എത്ര പരിതാപകരമാണ്. സ്വവിഭാഗത്തിൽപ്പെട്ട സിനിമാ നടന്മാരെ സപ്പോർട്ട് ചെയ്യുകയും ഇതര വിഭാഗത്തിൽപ്പെട്ട നടന്മാരെ എതിർക്കുകയും അവർക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ശരിക്കും നമ്മുടെ ഇടയിലില്ലേ? ഓക്കെ, ഒരു മതവിശ്വാസം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയുടെ കീഴെ നിങ്ങൾക്ക് മതം കൊണ്ടുവരാം, എഗ്രീഡ്. പക്ഷെ അപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് മാന്യതയ്ക്ക് ആവാം. എന്നാൽ ഒരു റാൻഡം സിനിമയുടെ പോസ്റ്റിന് കീഴെ അതിലെ നടന്മാരുടെ മതം ചികഞ്ഞ് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുന്ന ആളുടെ മതവും നോക്കി കൂട്ടിക്കുഴച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? എനിവേസ്, ഇതുപോലുള്ള ആളുകളുടെ ചിന്താഗതി മാറ്റാനോ ലോകം നന്നാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷേ സ്ഥലകാലബോധമില്ലാതെ എല്ലാത്തിലും മതം തിരികെ കയറ്റുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, യു ഗൈസ് ആർ ജസ്റ്റ് ക്ലൗൺസ് മാൻ. ആൻഡ് ബിഫോർ സൈനിങ് ഓഫ്, yeah, religion is a great stuff, but it's a crazy stuff too. It literally makes people hate each other without any reason.